അസമിലെ ജോർഹട്ടിൽ വ്യോമസേന വിമാനം തകർന്നു വീണു. AN-32 ട്രാൻസ്പോർട്ട് വിമാനമാണ് ലാൻഡിംഗിനിടെ തകർന്നത്. വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിലെ പൈലറ്റുമാരെക്കുറിച്ച് വിവരമില്ല. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അർജുൻ, അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഇതിൽ ഇന്ത്യൻ വ്യോമസേന പുതിയ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാരണം കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു അന്വേഷണ സമിതിയും ഇതിനോടകം തന്നെ രൂപീകരിച്ചു എന്നുള്ള കാര്യമാണ് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കുന്നത്. ഈ അപകടം ഉണ്ടാകുന്നത് ലാൻഡിങ്ങിനിടയിലാണ്. ജോർഹട്ട് വ്യോമതാവളത്തിൽ ലാൻഡിങ്ങിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി വ്യോമസേന വ്യക്തമാകുന്നുണ്ട്. അതായത് എയർ സ്ട്രിപ്പിലല്ല പക്ഷേ ലാൻഡ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇടിച്ചിറക്കുകയായിരുന്നു. ഇടിച്ചിറക്കിയത് പിന്നാലെ തന്നെ വിമാനത്തിൽ തീപിടുത്തമുണ്ടായി. പിന്നീട് കോക്പിറ്റ് മുതൽ ഇതിൻ്റെ ഏകദേശം പകുതി ഭാഗം വരെ പൂർണ്ണമായും അഗ്നിഗോളമായി മാറി എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും അതുപോലെ തന്നെ വ്യോമസേന നൽകുന്ന വിവരവും അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ 2 പൈലറ്റുമാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ജീവനക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണമില്ല. പക്ഷേ 2 പൈലറ്റുമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് നിലവിൽ യാതൊരു വിവരവും ഈ രക്ഷാപ്രവർത്തകരോ അതല്ലാതെ ഇന്ത്യൻ എയർഫോഴ്സോ നിലവിൽ നൽകിയിട്ടില്ല. ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മാത്രമല്ല, കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങളെ എത്തിച്ചുകൊണ്ട് ഈ ഒരു അഗ്നി പൂർണ്ണമായും ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഈ ജോർഹട്ട് വ്യോമതാവളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിവരം തന്നെയാണ് ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. 1984 മുതൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പമുള്ള സോവിയറ്റ് കാലഘട്ടത്തിലെ ആന്റോനോവ് AN-32 എന്ന ചരക്ക് വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. അത് ലാൻഡിങ്ങിൻ്റെ സമയത്ത് തന്നെയാണ്. പക്ഷേ എയർ സ്ട്രിപ്പിൽ ലാൻഡിങ് ചെയ്യാൻ സാധിക്കാതെ ഈ ലാൻഡിങ്ങിന് പിന്നാലെ ഇടിച്ചിറക്കുകയും അതുപോലെ തന്നെ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടാകുകയും പിന്നീട് നടുഭാഗം വരെ പൂർണ്ണമായും തീകോളമായി മാറി. പിന്നീട് നടുവിൽ വെച്ച് അത് വീണ്ടിട്ടുമുണ്ട്, 2ആയി കീറിയിട്ടുമുണ്ട് ഈ വിമാനം. അത്തരത്തിലൊരു വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പൈലറ്റുമാരെ സംബന്ധിച്ചടക്കം നമുക്ക് ഒരു ഔദ്യോഗിക വിവരം നൽകാൻ സാധിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എയർഫോഴ്സിന്റെ അന്വേഷണം അത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടി അവർ കണ്ടെത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ശരി. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.